പുറത്ത് വിളിച്ചയത്തുന്ന വരുന്ന സാധനങ്ങളാണ്. അത് പലരും ഇപ്പൊ എല്ലായിടത്തും അവൈലബിലിറ്റി ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും ഇത് ഒരിക്കലും വൈൽഡ് കണ്ടീഷനിൽ ഇറങ്ങരുത്. മീൻസ് ഇത് വെളി രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യക്ക് പുറത്തുനിന്ന് നമുക്ക് ഇമ്പോർട്ട് ചെയ്ത് ഇന്ത്യക്കകത്ത് വരുന്നതാണ്. ഇന്ത്യക്കകത്ത് ഇപ്പൊ ബ്രീഡ് ആവുന്നുണ്ട്. ഇത് ഒരിക്കലും നമ്മുടെ നാച്ചുറൽ ബോഡീസ് മീൻസ് ആറ്, തോട് അതേപോലെയുള്ള സ്ഥലങ്ങളിൽ വരാനുള്ള സാഹചര്യം നമ്മൾ ഒരുക്കരുത്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ നേറ്റീവ് ആയിട്ടുള്ള പല സ്പീഷീസും ഇവർ കഴിക്കും. ഇത് ചിക്കിൾഡാണ്, അഗ്രസീവ്നെസ് ഉള്ളതാണ്, നല്ല രീതിയിൽ അതിനെല്ലാം കഴിക്കും. അപ്പൊ അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും, നമ്മുടെ എക്കോസിസ്റ്റത്തിനെ നല്ല രീതിയിൽ ബാധിക്കും. അപ്പൊ അതുകൊണ്ട് പല രാജ്യങ്ങളിലും ഈ ഫ്ലവറോൺ ബാൻഡാണ്. ഓസ്ട്രേലിയയിൽ ഇത് ബാൻഡ് ആയിട്ടുള്ള ഒരു സ്പീഷീസ് ആണ്. അവിടെ നിയമപരമായിട്ട് ഇതിനെ വിൽക്കുന്നതോ വാങ്ങിക്കുന്നതോ ബ്രീഡിങ് ഗ്രൂമിങ് എല്ലാം നിയമപരമായിട്ട് കുറ്റമുള്ള കാര്യമാണ്. അപ്പൊ ചെയ്യുന്നവർ ഇത് ഒരിക്കലും കൊണ്ട് ആറ്റിക്കൊണ്ട് ഇടും എന്നല്ല ഞാൻ പറയുന്നത്. നമ്മൾ ഫ്രിഡ്ജ് ബേസിലോ ബാക്കിയുള്ള കാര്യങ്ങളോ ഫാമുകളിലോ നമ്മൾ വളർത്തുമ്പോൾ ഇത് എസ്കേപ്പിംഗ് ടെൻഡൻസി ഉണ്ടാവും. വെള്ളമൊക്കെ നിറഞ്ഞു വരുമ്പോൾ വെള്ളത്തിലൂടെ ഒലിച്ചു വരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പൊ അത് നമ്മളെ എക്കോസിസ്റ്റത്തിനെ ബാധിക്കുന്നതുകൊണ്ട് ഒന്ന് എല്ലാവരും ശ്രദ്ധിക്കുക. ഫ്ലവറോണിനെ കുറിച്ച് കവർ ചെയ്തു മൊത്തത്തിൽ അല്ല, എന്നാലും എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്തു എന്നാണ് എന്റെ വിശ്വാസം. ബാക്കി നമുക്ക് കമന്റ് നോക്കാം. അടുത്ത വേറൊരു വെറൈറ്റി ആയിട്ട് കാണാം. താങ്ക് യു.